പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇവിടെ സാധ്യമായിട്ടില്ല. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയിലാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. അനിശ്ചിതകാല സമരത്തിനും തുടക്കമായിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, 13 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തുടക്കം കുറിച്ച മെഡിക്കൽ കോളേജ് വർഷങ്ങൾക്കിപ്പുറവും പൂർണ്ണാർത്ഥത്തിൽ സജ്ജമാകാത്തതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉടലെടുക്കുന്നത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് തുടക്കമായിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാസർഗോഡ് ടൗൺ സ്ക്വയറിൽ, പീപ്പിൾസ് സ്ക്വയറിൽ വെച്ച് ഇത്തരത്തിൽ സത്യാഗ്രഹം ഇരിക്കും. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് മാത്രമാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ വസ്തുത. അത് പൂർണ്ണാർത്ഥത്തിൽ ഇതുവരെയും പ്രവർത്തന സജ്ജമായിട്ടില്ല. നിലവിൽ ഇപ്പോൾ 50 മെഡിക്കൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി MBBS കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. രോഗികൾക്ക് വേണ്ട ചികിത്സയും ലഭിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് വലിയ രീതിയിലുള്ള പ്രത്യക്ഷ പരോക്ഷ സമരങ്ങളുമായി ജനപ്രതിനിധികളും നാട്ടുകാരും പ്രദേശവാസികളും കാസർഗോഡ് ജില്ലക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് അർഹമായ പരിഗണന കഴിഞ്ഞ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഉള്ള മെഡിക്കൽ കോളേജിന് പോലും കൃത്യമായി കോഴ്സുകൾ അനുവദിക്കാതെ, കൃത്യമായി ജീവനക്കാരെ അനുവദിക്കാതെ, പ്രത്യേകമായ ഇത്തരത്തിൽ ഈ പുതിയ ബ്ലോക്കുകൾ അനുവദിക്കാതെയുള്ള വലിയ രീതിയിലുള്ള അവഗണന ഈ സ്ഥാപനത്തോട് തുടർന്നു എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. പ്രധാനമായും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കാസർഗോഡുകാർ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് ഇവർക്ക് ഇരട്ടി സാമ്പത്തിക പ്രഹരം ഏൽപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ വലിയ രീതിയിലുള്ള പണം ചെലവാകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഉള്ള മെഡിക്കൽ കോളേജിനെ പോലും അത് കാര്യമായി ഗവനിക്കാതെ ഇത്തരത്തിൽ ഒരു അലംഭാവ മനോഭാവം സ്വീകരിക്കുന്നു എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശയപ്രചരണ സമരങ്ങൾ നടത്തിയിരുന്നു. ഞെട്ടിക്കൽ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവുമായി ഇപ്പോൾ നേതാക്കളും ജനപ്രതിനിധികളും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ സമരം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അരുണിമ. ശരി, വ്യക്തമാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിനും തുടക്കമായിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ വികസനം പോലും മെഡിക്കൽ കോളേജിൽ സാധ്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.